ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. രോഗത്തിൽ എൻ സൗഖ്യമാ ഘോര വിപത്തുകളിലെന്നിതാ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ എന്നെ തന്നെ വെറുത്തൻ ക്രൂശെടുത്തു ഞാൻ നിന്നയം ചുമന്നു പോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ദുഃഖത്തിൽ ആശ്വാസമാ രോഗത്തിൽ എൻ സൗഖ്യമാ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. രോഗത്തിൽ എൻ സൗഖ്യമാ ഘോര വിപത്തുകളിലെന്നിതാ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യവും 3-ാം അധ്യായം 30-ാമത്തെ വാക്യവും വായിക്കാം. 1:6, 3:30. യോഹന്നാൻ എഴുതിയ സുവിശേഷം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന്
യോഹന്നാൻ എന്ന പേര്. മനോഹരമായൊരു പദപ്രയോഗം. ദൈവത്തിന് സ്തോത്രം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേര്. ദൈവം അയച്ച ആ യോഹന്നാനെ കുറിച്ച്, സ്നാപക യോഹന്നാനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ അവതരണം തന്നെ എത്ര മനോഹരമാണ്. ഒരു യോഹന്നാൻ ശ്ലീഹ വന്നു വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ അയച്ചതാണ്. ദൈവം അയച്ചിട്ട്, ദൈവത്തിന് സ്തോത്രം, ദി മാൻ സെൻഡ് ഫ്രം ഗോഡ്. നേരിട്ട് ദൈവം അയച്ചു, ഒരു മനുഷ്യൻ വന്നു. കർത്താവ് തന്നെ പറയുകയാണ്, പിതാവാൻ ദൈവം തന്നെ പറയുകയാണ്, അവന് യോഹന്നാൻ എന്ന പേര്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം അയച്ച് ഭൂമിയിലേക്ക് വന്ന യോഹന്നാൻ സ്നാപകന് വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ വ്യക്തമായ ഒരു തത്വശാസ്ത്രമുണ്ടായിരുന്നു. ദി ഫിലോസഫി ഓഫ് ഹിസ് ലൈഫ്. ദൈവം അയച്ച് ഭൂമിയിലേക്ക് വന്ന മനുഷ്യന് വ്യക്തിപരമായി വളരെ വ്യക്തമായ സുദൃഢമായ ഒരു തത്വശാസ്ത്രമുണ്ടായിരുന്നു, ഒരു ജീവിത ദൗത്യമുണ്ടായിരുന്നു. എന്താണത്? 3:30 വായിച്ചേ. അവൻ വളരണം, എന്റെ യേശു വളരണം, ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്ത് മനോഹരമായില്ലേ! ഒരു പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. വാസ്തവത്തിൽ ദൈവം എന്നെ അയച്ചു, ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് വന്നു. നിങ്ങൾ എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രമാണം എനിക്കങ്ങ് കുറഞ്ഞ് ഇല്ലാതാകണം. എല്ലാവരും ഒന്ന് കേട്ടേ. ദൈവത്തിന് സ്തോത്രം. പോരാ, എന്നിൽ ഒരാൾ വളർന്ന് വരണം. എന്നിൽ ഒരാൾ വളർന്ന് വരണം. ദൈവത്തിന് സ്തോത്രം. അവസാനം ഞാനില്ല, ആ വ്യക്തി മാത്രം. ആരത്? കർത്താവായ യേശു ക്രിസ്തു. ഞാനൊരു സ്ഥലത്ത് ചെന്നു, ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു വലിയ ആൽമരം നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു സെന്റ് ഭൂമിയിടത്തോളം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽവൃക്ഷമാണ്. ഞാൻ നോക്കിയപ്പോൾ ആ ആല് വളർന്നു വന്നത് വേറൊരു മരത്തിൻ്റെ മേളിലായിരുന്നു. പ്ലാവ് പോലെയുള്ളതായ, പശയുള്ളതായിരിക്കുന്ന ഒരു വട്ടയിലുള്ളതായ ഒരു മരത്തിൻ്റെ മേളിൽ ഒരു ആലിൻ്റെ വിത്ത് വീണ്, കാ വീണു. അത് മുളച്ച് താഴത്തേക്ക് വന്ന് വേര് മുട്ടി, പിന്നെ അതങ്ങനെ വളർന്നു ഒത്തിരി വലുതായി വർഷങ്ങൾക്കും. പക്ഷെ അതിൻ്റെ അകത്ത് നിൽക്കുന്നതായ ആ മരം അല്പം കാണാം. വേറൊരു മരത്തിലാണ് അത് മുളച്ച് അതിൻ്റെ തുടക്കം. പക്ഷെ ഇപ്പോൾ ആ അകത്തെ മരം മിക്കവാറും ഇല്ലാണ്ടായി. ആര് മാത്രമേ കാണാനുള്ളൂ. ഞാൻ ഒത്തിരി ചുറ്റി നടന്നത്. കർത്താവേ, ഞാൻ എന്ത് കണ്ടാലും ആ തരത്തിൽ ചിന്തിക്കാറുണ്ട്. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനിൽ കർത്താവാകുന്ന ജീവന്റെ വിത്തങ്ങ് വീഴണം. ഓരോ ദിവസം കഴിയും തോറും ഞാൻ ഇല്ലാതായി വരണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പൊന്നു കർത്താവ് വളർന്ന് പന്തലിച്ച് പടർന്നു നിൽക്കണം. ആര് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് മറ്റേ മരമുണ്ടെന്ന് ആരും പറയില്ല. പക്ഷെ അവിടെ ഒരു ആൽമരം നിൽക്കുന്നു. ആര് കണ്ടാലും ഇങ്ങനെ ഒരു ആളുണ്ട് എന്ന് വേണ്ട, കർത്താവായ യേശുവിനെ മാത്രം കണ്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്നാപകന്റെ പേരിന്റെ അർത്ഥം തന്നെ യഹോവയുടെ ദാനം എന്നാണ്. യഹോവയുടെ ദാനം, ദൈവകൃപയുള്ളവനെന്നും മറ്റൊരർത്ഥമുണ്ട്. ദൈവമക്കളെ, ഈ യോഹന്നാന്റെ ജീവിതത്തിൽ കുറെ പ്രത്യേകതകളുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ എടുത്തു പറയേണ്ടതായ ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യോഹന്നാൻ സ്നാപകൻ ജന്മനാ തന്നെ പൗരോഹിത്യ പാരമ്പര്യമുള്ളവനാണ്. പൗരോഹിത്യ പാരമ്പര്യം. അപ്പനാരാണ്? സഖര്യാവ്. അമ്മ ആരാണ്? എലിസബത്ത്. അഹരോന്യ പൗരോഹിത്യ പാരമ്പര്യമുണ്ടല്ലോ. അങ്ങനെ തന്നെ തുടക്കം തന്നെ അതിമനോഹരമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ എങ്ങനെ ലഭിച്ചു അത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എലിസബത്ത് മച്ചി എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. സഖര്യാവ് ഉള്ളം തൊട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ലൂക്കോസ് സുവിശേഷം എടുത്ത് അതിൻ്റെ 1:13 പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ചതാണ്. അസാധ്യങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും സാധ്യതയില്ല. വായിച്ച 1:13. ദൂതൻ അവനോട് പറഞ്ഞത്, സഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. ദൈവത്തിന് അങ്ങനെ കിട്ടിയതാ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ദൈവമക്കൾ പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യം എന്തുള്ളൂ? പ്രാർത്ഥിക്കാത്ത കാരണത്താലാണ് കാര്യങ്ങൾ നടക്കാത്തത്.
ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട യോനച്ചാൻ പറയുന്നത്, നിങ്ങൾക്കുള്ള കുഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞ് ഏതായാലും കുഞ്ഞ് കിട്ടുകയില്ല. കാരണം 8 വർഷമായി, 7 വർഷമായി, 9 വർഷമായി, 13 വർഷമായതുവരെ എനിക്കറിയാം. പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്കുള്ള കുഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങളത് ചോദിച്ചു വാങ്ങിക്കണം. എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പറഞ്ഞു വിട്ടവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഭൗതികമായ കാര്യങ്ങളായിരിക്കും, കുഞ്ഞിൻ്റെ കാര്യമല്ലേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിരാശയോടെ ഈ പാപത്തിൻ്റെ മേൽക്ക് ജയം കിട്ടൂലായിരിക്കുമോ? അതാണോ ചോദിച്ചത് ദൈവമക്കളെ? തീർച്ചയായിട്ടും കിട്ടും. ഞങ്ങളൊക്കെ ഇത് പറയുന്ന ഒത്തിരി അനുഭവത്തിൻ്റെ സമ്പത്തിൽ നിന്നല്ലേ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. ഒരു വാഗ്ദത്ത സന്തതിയാണ്. മാത്രമല്ല, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. 1-ാം അധ്യായം നോക്കി 15-ാമത്തെ വാക്യം വായിച്ച്. ദൈവത്തിന് സ്തോത്രം. 1 ലൂക്കോസ് തന്നെ 1:15, 1:41 വായിച്ച്. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഗർഭത്തിൽ തന്നെ ആ കുഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഗർഭത്തിൽ തന്നെ. അതിന്റെ തത്വമൊന്നും എനിക്കറിയാൻ വയ്യ. എലിസബത്തിന്റെ അടുക്കൽ ഗർഭിണിയായിരിക്കുന്ന തമ്പുരാനെപ്പറ്റ ആ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ചെന്നു. വിവാഹാലോചന നടന്നേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല, അതിനുമുമ്പതേ ഗർഭിണിയായി. എന്ത് നിന്നയായിരിക്കും? വല്ലവരും കല്ലെറിഞ്ഞ് കൊല്ലുമോ? അവിടെ നിന്ന് എലിസബത്തിന്റെ അടുക്കലേക്ക് ഒളിച്ചോടിപ്പോയതുപോലെ പോയി. അവിടെ ചെന്നു, അവളും ആത്മാവിൽ ഗർഭിണിയാണ്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞൊരു കാര്യമുണ്ട്, വന്ദനസ്വരം കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തിനാ സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ, ഗർഭസ്ഥ ശിശുക്കൾ ഉള്ളത്തിലുണ്ടോ? ആത്മാവ് കൊണ്ട് നിറയ്ക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കുഞ്ഞുങ്ങളെ പ്രസവിക്കാം നമുക്ക്. ഇതൊക്കെ നമ്മുടെ കൂട്ടായ്മയിൽ സജീവമായി യാഥാർത്ഥ്യമായി വരണം. നമ്മൾ വെറും ജഡീകരല്ല, നമ്മൾ ദൈവം കണ്ട മക്കളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച കാര്യമുണ്ട്, അതിൻ്റെ ഉള്ളത്തെ തൊട്ടു. കർത്താവേ, ഈ ഒരു കൂട്ടായ്മ, ദൈവത്തിൻ്റെ സ്തോത്രം, ഇതൊരു കപ്പൽ യാത്രയാണ്. അക്കരെ ദേശത്തേക്ക് കുറേ ആളുകളുമായി പോവുകയാണ്. വലിയ ഒരു കൂട്ടം ആളുകൾ അതിനകത്തുണ്ട്. ഞങ്ങൾക്കാർക്കും ഓടിക്കാൻ കണികയ്ക്ക് കഴിവില്ല കർത്താവേ. ഞങ്ങൾ ഓടിച്ചാൽ എവിടെയെങ്കിലും പോയി മുങ്ങി തട്ടി തകർന്നു പോകും. ഇതിന് ഒരു കപ്പിത്താനേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് പരാജയമറിയാത്ത കർത്താവായ യേശുക്രിസ്തുവാണ്. നീ മാത്രം ഇതിനെ നിയന്ത്രിക്കണമേ. ദൈവമക്കൾ ഇത് വ്യക്തമായിട്ട് കേൾക്കണം. മാറി നിന്ന് വിമർശിക്കുകയല്ല വേണ്ടത്. ഈ കപ്പൽ അക്കരെ എത്തുവാൻ തക്കവണ്ണം കർത്താവേ നീ നിയന്ത്രിച്ചു കൊള്ളണമേ. അതിന് സഹായമായി ആരെല്ലാം നീ ചവിട്ടി നിൽക്കുന്നുണ്ടോ അവരെല്ലാം വിശുദ്ധീകരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എല്ലാം മനോഹരമായി നടക്കും. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചു, ഈ കപ്പൽ സ്വർഗപളുങ്കുനിധിയെടുത്തെത്തും. കാരണം ഇതിൻ്റെ കപ്പിത്താൻ ഇവിടുത്തെ മനുഷ്യരുടെ ശക്തിയോ ബലമോ ഒന്നുമല്ല, പരിശുദ്ധാത്മാവാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവ് ഗർഭത്തിൽ വെച്ച് തന്നെ നിറഞ്ഞതായ അനുഭവം ഉണ്ടായ യോഹന്നാൻ സ്നാപകൻ. മത്തായി 3:3 വായിച്ച്. ദൈവത്തിന് സ്തോത്രം. അവൻ ഭൂമിയിലേക്ക് പെറ്റു വീണത് തന്നെ വളരെ വ്യക്തമായ ഒരു ദൗത്യവുമായിട്ടാണ്, വളരെ ദൈവികമായ കാര്യപരിപാടി പ്രകാരമാണ് വന്നത്. എന്താണ് ദൗത്യം? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒറ്റ ദൗത്യം മാത്രം, അനൗൺസിങ് ദി കമ്മിങ് ഓഫ് ദി സേവിയർ. നിങ്ങളുടെ രക്ഷകൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ 40:3 പറയുന്ന കാര്യമാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, കർത്താവിന്റെ വഴി ഒരുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് പറയുമ്പോൾ ആത്മീയമായി നമ്മളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വലിയ സുവിശേഷ വേല നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. ധാരാളം ആത്മാക്കളെ നേടണം. ഞാൻ നിങ്ങൾ ആരെയും കുറ്റം വിധിക്കുകയല്ല ദൈവമക്കളെ. എന്ത് നേടി നിങ്ങൾ? എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഞാൻ ഇത്രയും വന്നു, പണം നേടിയിട്ടുണ്ട്, വീട് നേടിയിട്ടുണ്ട്, വാഹനം നേടിയിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ ലഭിച്ചു, നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു, അവരും എല്ലാം ഉന്നതമായ നിലവാരത്തിലേക്ക് വന്നു. ഈ പറയുന്നതായ ഈ എനിക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമെങ്കിലും നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ശവക്കുഴിക്കപ്പുറം നിലനിൽക്കുന്നതാണോ? ദൈവത്തിന് സ്തോത്രം. ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് എലോൺ വിൽ ലാസ്റ്റ്.
ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് എല്ലാവരും ഒന്ന് ഹൃദയം തുറന്ന് കേട്ടേ. സഹോദരിമാരും സഹോദരന്മാരും അല്ല, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വൈറ്റ് പേപ്പറും പേനയും നിന്നു. നിങ്ങളിൽ നിന്നുകൊണ്ട് എത്ര ആത്മാക്കൾ നിത്യതയുടെ തുറമുഖത്ത് എത്താൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ച് നേടിയെന്ന് ഒരു ലിസ്റ്റ് എഴുതി തരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതി തരും? പല ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പറയും. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസ്, തീമോത്തിയോസിനെ കുറിച്ച് പറയും, ഫിലോമോനെ കുറിച്ച് പറയും. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ദൈവമക്കളെ? ഞാൻ ഭയത്തോടെയാണ് ഈ പറയുന്നത്. കണക്ക് തീർക്കുന്ന ഒരു ദിവസമില്ലേ? തന്ന താലന്ത് വർദ്ധിപ്പിച്ചില്ല എങ്കിൽ, ഞാൻ വേദപുസ്തകം പലവട്ടം ഞെട്ടലോടെ വായിച്ചു, ഏറ്റവും കഠിനമായ ശിക്ഷ വേശ്യാവൃത്തി ചെയ്തവനല്ല, കൊലപാതകം ചെയ്തവനല്ല, കള്ളത്തരം കൊള്ളിവെപ്പും ചെയ്തവനല്ല, തന്നതായ ആ താലന്ത് വർദ്ധിപ്പിച്ചില്ല എന്നൊരൊറ്റ കുറ്റം മാത്രം. ഏറ്റവും പുറത്തുള്ള അന്ധകാരം. എത്ര പേര് പോകും? ഒന്ന് ചിന്തിച്ചു കൊള്ളും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായൊരു ദൗത്യം നിങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുണ്ട് ദൈവത്തിന്. ദ ഫ്രൂട്ട് ഓഫ് വൺ ക്രിസ്ത്യൻ ഈസ് അനദർ ക്രിസ്ത്യൻ. എത്ര ആത്മാക്കളെ വീണ്ടും ജനത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഒരു സന്യാസ ജീവിതമാണ് യോഹന്നാൻ സ്നാപകൻ നയിച്ചത്. വെട്ടുക്കിളിയും കാട്ടുതേനും നിന്ന് ദൈവത്തിന് സ്തോത്രം തൊകൽ വസ്ത്രം ധരിച്ച് ഒരു സന്യാസിയെപ്പോലെ വാസ്തവമായി ജീവിച്ചു. മാത്രമല്ല, ഒരു മുഖപക്ഷവുമില്ല, ഒരു മുഖപക്ഷവുമില്ല. എത്രമാത്രം കരുത്തനാണെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ധീരനായിരിക്കുന്ന ഹെരോദ അഗ്രിപ്പാവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഉചിതമല്ല കേട്ടോ, തല പോയി. ശരിയാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലാത്തവരെ നോക്കി സർപ്പസന്തതികളെ എന്ന് വിളിക്കാൻ പേടിയില്ലായിരുന്നു. വൃക്ഷത്തിന് കോടാലി വെച്ചിരിക്കാന്ന് പറയാൻ മടിയില്ലായിരുന്നു. അതെന്താണ്? ആത്മാവിന്റെ ധൈര്യമാണ്, ആത്മാവിന്റെ ശക്തിയാണ്. നാഥാൻ പ്രവാചകൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട രാജാവായിരിക്കും ദാവീദിന്റെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ആ ദൈവികമായിരിക്കുന്ന പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ നിറവുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. വലിയൊരു ഭാഗ്യശാലിയല്ലേ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുവാൻ ഭാഗ്യം ലഭിച്ചത് യോഹന്നാൻ സ്നാപകനാണ്. ചോദിച്ചു, നീ എൻ്റെ അടുക്കൽ വന്ന് ഒന്ന് വായിക്കാവോ? അത് വായിച്ച് 3:13 വായിച്ച്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 3:13. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരയെ അവന്റെ അടുക്കൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ഞെട്ടിപ്പോയി. കർത്താവ് വരുവാണ്, കർത്താവ് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ആ സ്നാനത്തിന്റെ സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വെള്ളപ്രാക്കൾ പറന്നു വരുന്ന കാഴ്ച കാണുകയാണ്. ദൈവത്തിന്റെ മഹത്വം. എന്തു വലിയ അനുഭവ സമ്പത്താണ് യോഹന്നാൻ സ്നാപകനുള്ളത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. എൻ്റെ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. മാത്രമല്ല, അവസാനത്തിലേക്ക് വരുമ്പോൾ തല കണ്ടില്ല. സത്യത്തിന് വേണ്ടി നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം തലപോയി. അതിനോട് ചേർത്താനൊരു വാക്ക് പറയാം. നമ്മുടെ കൂട്ടായ്മയിലെ ദൈവമക്കൾക്ക് ചില വ്യക്തമായ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. യോഹന്നാൻ തലപോയി. പക്ഷേ ദൈവമക്കളെ, ഒന്നിനു വേണ്ടിയും യാതൊന്നിനു വേണ്ടിയും സത്യം ത്യജിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പക്ഷേ എന്ത് നേടാനും വേണ്ടി അസത്യം നിങ്ങളുടെ ജീവിതത്തിൽ വരരുത്. യാതൊന്നിനു വേണ്ടിയും സത്യം ത്യജിക്കരുത്. എന്തിനു വേണ്ടിയും ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശിക്ഷയൊക്കെ അനുഭവിക്കാം, ആയിക്കോട്ടെ. അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ പറയാൻ പോകുന്ന കൊതിയോടെയാണ്. എല്ലാവരും കണ്ണു തുറന്ന് സത്യയോടെ കേട്ടുകൊണ്ടിരുന്നേ. യോഹന്നാൻ സ്നാപകനിൽ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, തിളങ്ങി വിളങ്ങി കണ്ടതായ ചില സ്വഭാവ മേന്മകളുണ്ട്. യോഹന്നാൻ സ്നാപകനിൽ നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്നതായ ചില സവിശേഷതകളുണ്ട്. അനുകരണീയമായ ചില സ്വഭാവ മേന്മകളുണ്ട്. ജീവിതത്തിൽ പ്രതിഫലിച്ച മേന്മകൾ. ഏറ്റവും എടുത്തു പറയാൻ എനിക്കുള്ള കാര്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്ത്
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന്. ദൈവമക്കൾ എല്ലാവരും കേട്ടത്, അവർക്ക് ആകെ തോന്നിയ ഒരു കാര്യം, യോഹന്നാൻ സ്നാപകന്റെ നടപ്പും കെട്ടും മട്ടും പ്രവർത്തന രീതിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി, നീ ക്രിസ്തുവാണോ, നീ ക്രിസ്തുവാണോ? ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറയാൻ പോകുന്ന ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് എടുക്കാമത്. ദയവ് ചെയ്ത് ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയാനുള്ളത്, ഹി വാസ് ക്രൈസ്റ്റ് ലൈക്ക്. എൻ്റെ ദൈവമേത് കർത്താവാണോ? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രകൃതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞേ, നമ്മൾ ഓരോരുത്തരും യേശുവിനെ പോലെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായിരിക്കണം. ദൈവനാമം മാത്രപ്പെടട്ടെ. ആഗ്രഹത്തോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ക്രിസ്ത്യാനുകരണം, കർത്താവായ യേശുക്രിസ്തുവിനെ അനുകരിക്കുക എല്ലാ കാര്യങ്ങളിലും. യേശു ആയിരുന്നു എങ്കിൽ വാട്ട് വുഡ് ജീസസ് ഡു? ഈ രംഗത്ത് ലളിതമല്ലേ നിങ്ങൾ? ഒരു കോപത്തിന്റെ രംഗം വരുമ്പോൾ, ഒരു അശുദ്ധിയുടെ രംഗം വരുമ്പോൾ, പണത്തിന്റെ രംഗം വരുമ്പോൾ, കർത്താവിന്റെ കരമാണെങ്കിൽ അതിനുവേണ്ടി ചലിക്കുമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് എല്ലാം കാണുന്നില്ലേ? അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ക്രിസ്ത്യാനിറ്റി ഇൻ ആക്ഷൻ ഒന്ന് പ്രായോഗികമാക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിന്തയും ഭാവവും പ്രവൃത്തിയും ദൈവത്തെ പെരുമാറ്റവും വാക്കുകളും സമീപനങ്ങളും എല്ലാം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റേതുപോലെ ആയിരിക്കണം. എന്നെ കാണുന്നവർക്ക് നമ്മൾ ഓരോരുത്തരും എന്തായിരിക്കണം? ക്രിസ്തുവിൻ്റെ ഒരു പകരക്കാരനായിരിക്കണം. സാധിക്കണ കാര്യമാണോ സാറേ? വേണം ദൈവമക്കളെ. കർത്താവായ യേശുക്രിസ്തു ഒരുക്കുന്ന സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കേട്ടോളണം കേട്ടോ. അവൻ നടന്ന പോലെ നടക്കണം കേട്ടോ. അവൻ നിർമ്മലനായിരിക്കുന്നവർ നിർമ്മലനായിരിക്കണം കേട്ടോ. ഞാൻ അവളുടെ സ്നേഹത്തോടെ നിങ്ങളോട് കെഞ്ചി പറയുകയാണ്, ഇന്നുള്ള പോക്ക് മതിയോ മക്കളെ? ദൈവത്തിന് സ്തോത്രം. ഇന്നുള്ള വിശുദ്ധി മതിയോ? ഇന്നുള്ള ദിവ്യ സ്വഭാവം മതിയോ? ദൈവമക്കൾ, ഇതൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് എടുക്കണ്ടേ? നിങ്ങൾ ഉള്ളം തൊട്ടൊന്ന് പ്രാർത്ഥിച്ച് വേറെയൊക്കെ വിട്. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അവരങ്ങനെയല്ലേ, ഇവരെങ്ങനെയല്ലേ, അത് ശരിയാണോ? ഇതാർക്കാ വിഷയം? എനിക്ക് 100 വട്ടം അറിയാം. ആ കാര്യങ്ങൾ വിഷയമായി മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചൈതന്യമില്ല. ഉണ്ടെങ്കിൽ അവൻ ലെവലിലേക്ക് നോക്കും. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണ്ടെന്ന് ഞാൻ പറയുകയില്ല. 100 വട്ടം സ്വാഗതമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഉള്ളത്തിൻ്റെ ഉള്ളറയിൽ ഞങ്ങൾ ഈ ബയോളജി പഠിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് കോശങ്ങളുണ്ട്. ഞാൻ പറയും, എൻ്റെ കർത്താവെ, ജീവിതത്തിലെ കോടിക്കണക്കിന് സെല്ലുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഉള്ളം തൊട്ട് നിന്നോട് ചങ്കത്ത് കൈവച്ചിട്ട് അപേക്ഷിക്കുകയാണ്, നിന്റെ ദിവ്യ പ്രകൃതി ഒന്ന് തന്നേ. ഈ വയസ്സനെ മരണക്കിടക്കിലേക്ക് കൊണ്ടുപോകാവുള്ളൂ. വേറെ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദിവ്യ പ്രകൃതി ഒന്ന് തന്നേ അടങ്ങുകയുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അതിനുള്ളതായ ശക്തി പകർന്നു തരണമേ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഓരോ വ്യക്തിയും ക്രൈസ്റ്റ് ലൈക്ക് ആയിരിക്കണം. യേശുവിൻ്റെ ദിവ്യ സ്വഭാവം വിളങ്ങുന്ന ദൈവമക്കളായി ഓരോ രംഗത്തും ശോഭിക്കണം. അത് ആത്മീയമാണെങ്കിലും ശരി, പ്രസംഗപീഠത്തിൽ പോരാൻ കേട്ടോ, വീട്ടിലാണെങ്കിലും ശരി, പ്രവർത്തന രംഗത്താണെങ്കിലും ശരി. ഹല്ലേലൂയ, ദൈവത്തിന്. രണ്ടാമത്തെ കാര്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 20-21 വാക്യം വായിച്ചേ. ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറഞ്ഞു. ഞാൻ ക്രിസ്തു അല്ല, പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന്, ഞാൻ തീ ഇറക്കുന്നതായ വലിയ ശക്തിയുള്ളെന്ന് ഏലിയാവോ എന്നല്ല, ഞാൻ അടുത്തത് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്വന്തം മക്കളെ വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കണില്ല. ദൈവത്തിന് സ്തോത്രം. വലിയ വലിയ കാര്യങ്ങളാണ് ചോദിച്ചത്. നീ ക്രിസ്തു ആണോ? അല്ലെന്നേ. നീ ഏലിയ പ്രവാചകനാണോ? അല്ലെന്നേ. മറ്റേ നിന്റെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വേറെ ഏത് പ്രവാചക ശക്തി ഉണ്ടെന്ന് നീ ആ പ്രവാചകനാണോ? അല്ലെന്നേ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം.
ദൈവമക്കളെ, എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അയ്യോ അങ്ങനത്തെ ആളൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ കേവനൊന്നും അല്ല കേട്ടോ. ഞാനൊരു പ്രാർത്ഥന വീരനൊന്നും അല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനത്തേതായി ദിവ്യശക്തി തീയിറക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല കേട്ടോ. ഒരു പ്രവാചക ശക്തിയും എനിക്കില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ ഞാൻ ആരാണ്? പിന്നെ നീ ആരാ? പിന്നെ ഇത്രയും വലിയതായ ദൈവം അയച്ച നീ ആരാണ്? 1:21 വായിച്ച്. അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. എല്ലാവരും കേട്ടെ, ഞെട്ടലോടെ കേൾക്കാൻ ഞാൻ പറയും. ഈ പറഞ്ഞ വലിയ ആളുകളൊന്നുമല്ല ഞാൻ. ഐ ആം സിംപിളി ആൻ വോയിസ്. എനിക്കൊരു വ്യക്തിത്വം പോലും പറയാനില്ല. ഞാൻ ഇന്ന വ്യക്തിയാണെന്ന് പോലും പറയാനില്ല. ഞാൻ വെറും ഒരു ശബ്ദമാകട്ടോ. നമുക്ക് അങ്ങനെയൊന്നും ആകാതെ ദൈവമക്കളെ. ഹിസ് ഹ്യൂമിലിറ്റി, ഒന്ന് ഹിസ് ഡിവൈൻ നേച്ചർ, ദൈവപ്രകൃതി. നമ്മുടെ കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരുമോ? ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്ന ഒരു ദിവ്യപ്രകൃതി. ഒന്ന് താഴാ, ഒന്ന് വിനയപ്പെടാം, ഒരു നല്ല വാക്ക് പറയാം, ഒരു ശാന്ത സ്വഭാവമാകാം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. താഴ്മയുടെ ഏറ്റവും വലിയ 1 നമ്പർ ശത്രു എന്ന് പറയുന്ന കോപിച്ചുള്ള അഹങ്കാര വാക്കുകളാണ്. ഏത് കേമനാണെങ്കിൽ ശരി, ഞാൻ മടികൂടാതെ പറയുകയാണ്, കോപിച്ച് ജ്വലിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ അന്തരംഗത്തിൽ താഴ്മയുടെ പ്രഭുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കാണുകയില്ല. അത് വരില്ല. ഓരോ വാക്കും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ ആയ സംസാരിക്കുന്നു. ഇപ്പൊ പലരുടെയും ഒരു നീതീകരണമാണ്. ഞാനങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അത് അങ്ങ് പറഞ്ഞപ്പോൾ തീർന്നില്ലേ? കർത്താവ് പറഞ്ഞാണ്, നീ പറഞ്ഞാണ് ശരി. ഹൃദയം നിറഞ്ഞ് സംസാരിക്കുന്നതാണ് ഇത്. വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളാരും ഫോഷ്കിൻ്റെ അടിമകളായി പോകരുത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, താഴ്മ ഒരു മനുഷ്യന്, ഒരു ദൈവപൈതലിന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന വസ്ത്രം കർത്താവായ യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത് മാത്രം കാല് കഴുകുക. നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊന്നും ആകാം. ഞാൻ ആയിട്ടല്ല പറയുന്നത്, ആക്കി തീർക്കാൻ കഴിയുള്ളവൻ്റെ അടുത്ത് ആഗ്രഹത്തോടെ പറയാം. മറ്റൊരു കാര്യം, യോഹന്നാൻ 1:29 എടുത്ത്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ സ്തോത്രം. അടുത്ത 3-ാമത്തെ കാര്യം എന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ വിരൽ ചൂണ്ടുന്നുണ്ട്. ശിഷ്യന്മാർ ധാരാളം ഉണ്ടായി. കൂട്ടത്തോടെ മാനസാന്തരത്തിലേക്ക് വന്നു. മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞ് സ്നാനമേൽക്കണം നിർബന്ധമായിരുന്നു. അത് ഞാൻ വാക്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ വന്ന് സ്നാനമേൽക്കണം. അങ്ങനെ ജനം ധാരാളം യോഹന്നാൻ സ്നാപകന്റെ പിന്നാലെ വന്നു കൂടി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യേശു കടന്നു വരുന്നത്. വിരൽ ചൂണ്ടി, നിങ്ങൾ എൻ്റെ പിന്നാലെ അല്ല വരണ്ടേ, എൻ്റെ ചുറ്റും അല്ല വരണ്ടേ. ദൈവത്തിന് സ്തോത്രം. ആ പോകുന്ന ഒരാളുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ദൈവത്തിന് പാപമാനമല്ലേ? ലോകത്തിൻ്റെ പാപത്തെ ചുവന്നൊഴിക്കാൻ പൊന്നുതമ്പുരാൻ അയച്ചിരിക്കുന്ന ഒരുത്തനുണ്ട്. അവന് വഴിയൊരുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പാപമാന അധികാരമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയില്ല. എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി പാപമാനത്തിന് വേണ്ടി സംസാരിക്കുകയില്ല. നിങ്ങളെല്ലാവരും എന്നെ വിട്ട് അവൻ്റെ പിന്നാലെ പോകണം. ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ദൈവം ഒരു കാര്യത്തിലും എന്നെ നോക്കരുത്. ഒരു കാര്യത്തിൽ ഇന്ന് ആളുകൾ എൻ്റെ പക്ഷത്താണോ അതോ വേറെ ഏതെങ്കിലും പക്ഷത്താണോ ആളുകളെ എന്നിലേക്ക് കൂട്ടാൻ പൈശാചികമാണത്. ഒരാളിലേക്ക് മാത്രമേ വേറെ ചൂണ്ടാവുള്ളൂ. വിശ്വാസത്തിനായി പൂർത്തി വരയ്ക്കുന്നത് യേശു. അവൻ്റെ പിന്നാലെ പോ. കേട്ട വഴിയെ പോയി പലരും. ദൈവത്തിന് സ്തോത്രം. അന്നേരം നിരാശയാണ്. അസൂയ കണിക പോലുമില്ല. കാരണം എന്നറിയാമോ? താഴ്മയുടെ നെല്ലിപ്പല. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല.
ആ പോകുന്ന ലോകത്തിന്റെ പാപത്തെ ചുവന്നൊഴിക്കാൻ വേണ്ടി സ്വർഗം പറഞ്ഞയച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത ആർക്കുണ്ട്? അടിമയ്ക്കേ ഉള്ളൂ. ഞാൻ യജമാനാണെങ്കിൽ എൻ്റെ കീഴിൽ അടിമ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്ന് ഒരു കസേരയിലിരിക്കും, ഉടനെ ചെരുപ്പിന്റെ വാറഴിക്കും. അതിൻ്റെ ജോലി അടിമയ്ക്കാണ്. അടിമയ്ക്ക് അത്രയെങ്കിലും അവകാശമുണ്ട്. യോഹന്നാൻ പറഞ്ഞ് എനിക്ക് അതിന് പോലും അവകാശമില്ല. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ കർത്താവേ എനിക്കത് തരണമേ, അവൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ചങ്ങ് പ്രാർത്ഥിച്ച് നിങ്ങൾ. ഇത്രയും ആളുകൾ ഈ താഴ്മ 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 എന്നുള്ള ദിവ്യ സ്വഭാവം എനിക്ക് തന്നേ അടങ്ങുമോ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, വായിച്ചോ. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലന്യായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാ നമ്മൾ. പക്ഷെ ആദ്യം പറഞ്ഞ യോഹന്നാൻ സ്നാപകനാണ്. ദൈവമക്കളെ, നന്ദിയോടെ സ്തോത്രം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. മണവാട്ടി നീ ഒരുങ്ങിയോ? മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ മണവാളൻ വേളി കഴിക്കാൻ വേണ്ടി സഭയെ ചേർക്കാൻ വരുമ്പോൾ ഞാൻ പറന്നു വീരുമോ? കുഞ്ഞാടിൻ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പാക്കിയോ? മഹിമാവിൻ നീരാളം ചാർത്തിയോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മണവാളൻ വരാറായി. ഒരു കാന്തശക്തി എന്നെ ആകർഷിക്കുന്നുണ്ട് ഈ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ക്രൂശിൻ ചോട്ടിലേക്ക് എല്ലാവരും അങ്ങ് വന്നേ. പാപമുള്ളവര്, അഹങ്കാരമുള്ളവര്, കോപിച്ചു പോയവര്, അശുദ്ധിയുള്ളവര്, ഹല്ലേലൂയ, നുണ പറഞ്ഞവര്, വൈരാഗ്യം, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ഗുണകരമായി സംസാരിക്കുകയാണ്. കുഞ്ഞാടിൻ രക്തം ഗുണകരമായി സംസാരിക്കുകയാണ്. കർത്താവായി യേശുക്രിസ്തു ക്രൂശിൽ ചെന്ന് തങ്കച്ചവരയ്ക്ക് കഴുകുവാൻ വയ്യാത്ത പാപമായി ആരും ഇവിടെ വന്നിട്ടില്ല. ഇത് പാപമോചനം ഒഴുകി വരുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടെ രോഗശാന്തി നടക്കും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. മാനസാന്തരം നടക്കും. മാനസാന്തരം യോഗ്യമായ ഫലം കായ്ക്കും. ദൈവമക്കളാക്കി നിങ്ങളെ മാറ്റും. ആരെല്ലാം ക്രൂശിൻ ചോട്ടിലേക്ക് വന്നു, പാപത്തെ മുഴുവനോടെ കുടഞ്ഞിട്ടെ, അഹങ്കാരത്തെ മുഴുവനോടെ താഴിയിട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ. നിന്റെ രക്തത്തിന്റെ അഭിഷേകം എനിക്ക് തരണമേ. മനസ്സറിഞ്ഞ് ഞാൻ പാപത്തിലേക്ക് പോകില്ല കർത്താവേ. ഇന്ന് മുതൽ ഞാൻ വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളാം. രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് രക്തം വാർന്നൊലിക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവമക്കൾ ഹല്ലേലൂയ പ്രത്യാശയോടെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മണവാട്ടിയാക്കുകയാണ്. ഹല്ലേലൂയ. മഹിമാവിൻ തീരാളം അണിയിക്കുകയാണ്. ഹല്ലേലൂയ. രക്തത്താൽ കഴുകുകയാണ്. സ്വർഗം സന്തോഷിക്കുകയാണ്. ജീവനോത്സവത്തിൽ പേരെഴുതുകയാണ്. മഹത്വം തിരുമേനി മാത്രം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.